ഹായ് ഗ്രേസ് ഗാർഡനിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അത്തിപ്പഴത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ അല്പം ഒന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല അത്തിപ്പഴങ്ങളെ വിളയിച്ചെടുക്കാം. അതുമാത്രമല്ല, നമുക്ക് തന്നെ നമ്മുടെ പ്ലാന്റിൽ നിന്ന് വളരെ എളുപ്പം ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. തൈകൾ ആവശ്യമുള്ളവർ ഒത്തിരി പേരുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ചില അത്തികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാം, അത്തികളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ടർക്കിഷ് ബ്രൗൺ അത്തിയാണ്. ഇത് ഡയാന അത്തി എന്ന് പറയും. ഇതൊരു മഞ്ഞ നിറമുള്ള അത്തിയാണ്. ഇതിൻ്റെ പഴവും അത്യാവശ്യം ടേസ്റ്റും മധുരമുള്ളതാണ്. ടർക്കിഷും അതുപോലെ ഡയാന അത്തി അഥവാ യെല്ലോ അത്തി, ഈജിപ്ഷ്യൻ അത്തി, ഇതൊക്കെ മഴ അധികമായിട്ട് നനഞ്ഞാൽ പ്രശ്നമുള്ള പ്ലാന്റുകളാണ്. എന്നാൽ ഇസ്രായേൽ അത്തിക്ക് അത്ര ഒരു പ്രശ്നം കാണിക്കുന്നില്ല. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ അത്തിയിൽ മെയിനായിട്ട് ഫംഗസ് ബാധ മഴ നനയുന്ന മൂലം ഉണ്ടാവും. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാക്സിമം നമ്മൾ മഴ നനയാതെ വലിയ മഴക്കാലത്ത് പ്ലാന്റ് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഡ്രമ്മിലൊക്കെ നട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അത്തിയെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ അത്തിയുടെ തണ്ട് തുറന്ന ഒരു പ്രത്യേക ഇനം പുഴുവാണ്. ഇത് ഉണക്കിക്കളയും. ഇതിപ്പോൾ തുറന്നതാണ്. തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചിട്ട് അതിനെ കൊന്നു കളഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വലിയ പ്രശ്നം കാണിക്കുന്നില്ല. പക്ഷേ അങ്ങനെ തുറന്ന് കളഞ്ഞു കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2 കമ്പുകൾ ഈ പ്ലാന്റിൽ നിന്ന് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് കണ്ടില്ലേ? അപ്പോൾ ഈ പുതിയ കമ്പുകൾ വന്നതിൽ ഇപ്പോൾ ഫ്രൂട്ട് സെറ്റായി വരുന്നുണ്ട്. അതായത് ഒരു പ്രൂണിങ്ങിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ പ്ലാന്റിൻ്റെ മോൾഭാഗം ഉണങ്ങിപ്പോകുന്ന നിലയിൽ, അതായത് പകുതി തുറന്നപ്പോഴത്തേക്ക് നമ്മളത് കണ്ടുപിടിച്ചു. അത് കാരണം അത് ഉണങ്ങിപ്പോയിട്ടില്ല. സ്റ്റമ്പ് ഇപ്പോൾ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിത് പുതിയ തൈകൾ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. അതുമാത്രമല്ല, ഞാൻ ഈ പ്ലാന്റ് ഇതിങ്ങനെ വളർന്ന് 2 സ്റ്റമ്പുകളാണ്. ഇത് 2 സ്റ്റമ്പുകളായിട്ട് ഇങ്ങനെ വളർന്നു വരികയത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനൊരു മടിയായതുകൊണ്ട് ഇങ്ങനെ വളർന്നു പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നന്നായിട്ട്, അതായത് പ്രൂണിങ് കൊമ്പുകോതൽ നടത്തിയാലാണ് ഈ രീതിയിൽ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുള്ളത്. ഈ കമ്പുകളൊക്കെ പുതിയ ഫ്രൂട്ട് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്തിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത്തി പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ പുതിയ സ്റ്റമ്പുകൾ വരികയും അവിടെ നിന്ന് ഫ്രൂട്ട് ഉണ്ടാകുകയും ചെയ്യുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് ഇത് ലെയറിങ് കൂടാതെ നമുക്ക് ഈസി ആയിട്ട് അത്തി കമ്പുകൾ നട്ട് തൈകളെ ഉൽപ്പാദിപ്പിക്കാം. നമുക്കതിൻ്റെ ഒരു വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ ടർക്കിഷ് ബ്രൗൺ അത്തിയിലൊക്കെ ഫ്രൂട്ട് സെറ്റായി വരുന്നുണ്ട്. ഇതൊക്കെ ഇത് കണ്ടോ, ഇതിനെ ഈ രോഗം ബാധിച്ചു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ തണ്ടുകളൊന്ന് ശ്രദ്ധിക്കണം. ഹിൽബാനോ അല്ലെങ്കിൽ എക്കാലക്സ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നമ്മൾ ഒരു ഫംഗിസൈഡും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതിനെ ഒഴിവാക്കാൻ കഴിയുക. ഇതിപ്പോൾ ഈ ഭാഗം നമ്മൾ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ കണ്ട് മരുന്നടിച്ചുകൊണ്ട് അത് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. ഇവിടെയൊക്കെ അറ്റാക്ക് ചെയ്തു. ഇത് അത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അത്തി പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ലെയറിങ് കൂടാതെ അത്തിത്തൈകൾ നമുക്ക് ഈസി ആയിട്ട് ഞാനിവിടെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം, അതെങ്ങനെയാണ് അത് സക്സസ് ആയെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ അത്തികൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. കമ്പുകൾ നമുക്ക് തൈകൾ പുതിയത് ഉൽപ്പാദിക്കുന്നതോടൊപ്പം നമുക്ക് ധാരാളം കായകളും അത്തിയിൽ നിന്നുണ്ടാകും. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാതിരുന്നാൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇതിൽ നിന്ന് കാര്യമായിട്ടുള്ള ഇതെൻ്റെ പാകിസ്ഥാൻ ലെമണാണ്. കണ്ടോ, കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ആ ഫ്ലവർ എല്ലാം ഇപ്പോൾ നിറയെ കായകളായിരിക്കുകയാണ്. ഇതൊക്കെ നിറച്ച് ഫ്ലവർ എല്ലാം പിടിച്ചിരിക്കുകയാണ് നിറയെ. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നമുക്ക് കാണാം. കണ്ടില്ലേ, ഫ്ലവർ വരുന്നു, കായകൾ പിടിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് നല്ല വിളവ് കിട്ടും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്ലാന്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഒന്ന് സംരക്ഷിച്ച് ഫ്രൂട്ടിനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വലയിട്ടോ നെറ്റൊക്കെ ഇട്ടോ സംരക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് പ്രൂണിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഐശ്വര്യലൂപിയാണ്, കണ്ടില്ലേ, ഇങ്ങനെ കൊല കണക്കാണ് ഇത് ഉണ്ടാകുന്നത്. മാത്രമല്ല നല്ല ടേസ്റ്റ് മധുരമുള്ള ഇനമാണ്. നന്നായിട്ട് പഴുക്കണം. ഇത് ബ്ലാക്ക് കളർ ആയെങ്കിലേ ആ ഒരു ടേസ്റ്റിലേക്ക് വരികയുള്ളൂ. ഇതാണ് ഒറിജിനൽ തായ്ലാൻഡ് ലൂബി എന്ന് പറയും. തായ്ലാൻഡ് ലൂബി നമുക്കറിയാം. NR ലൂബി എന്ന് പേര് പറഞ്ഞിരിക്കുന്ന ലൂബിയുണ്ട്. അതിൻ്റെ കായകൾ ചെറുതാണ്. പക്ഷേ ഇത് ആണ് ഒറിജിനൽ തായ്ലാൻഡ് ലൂബി എന്ന് പറയുന്നത്. ലൂബികളെല്ലാം തായ്ലാൻഡാണ്, പക്ഷേ പല ഇനങ്ങളാണ്. പക്ഷേ ഇതാണ് ഏറ്റവും മികച്ച ഇനം. ഇതിങ്ങനെ ഹൈറ്റിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ട്രോബെറി ഗുവയാണ്. റെഡാണ്, നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ഇനമാണ്. ഇപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തപ്പോൾ ഇതിൽ നിറയെ മുട്ടകൾ വന്നിരിക്കുക. നിറയെ എല്ലാ കമ്പിലും മുട്ടകളാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പ്രൂൺ ചെയ്ത കമ്പുകളൊക്കെ നിറച്ച് വന്നിരിക്കുക. അല്ലെങ്കിൽ ഇതിൽ ഒരു മുട്ട പോലും ഇല്ലായിരുന്നു.
ഇതിങ്ങനെ വളർന്നു പോയിക്കൊണ്ടേയിരുന്നു. ഒരു മുട്ട് പോലും ഇല്ല. ഇപ്പോൾ ഇത് നിറച്ച് ഇതിൽ നിറയെ മുട്ടുകൾ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാം. കണ്ടില്ലേ? ഇതാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താലത്തെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പ്രൂണിങ്ങും വളടിയിലും കൊടുത്തു കഴിഞ്ഞാൽ മികച്ച റിസൾട്ട് നമുക്ക് കിട്ടും. ഈ ഹൈറ്റിൽ പോയിരുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്ത്, അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ നിറയെ കായ്കൾ വന്നിരിക്കുക. കണ്ടില്ലേ? അവിടെയൊക്കെ കട്ട് ചെയ്ത് വിട്ടതാണ്. അതാണ് പ്രൂണിങ്ങിൻ്റെ ഒരു ഗുണം. ഇത് ഞാൻ ഒരു പ്രത്യേക രീതിയിൽ അത്തിയുടെ കമ്പ് നട്ട് ലെയറിങ് കൂടാതെ പ്രത്യേക രീതിയിൽ കമ്പ് കുത്തി മുളപ്പിക്കാൻ വെച്ചതാണ്, ലെയറിങ് അല്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമാണെങ്കിൽ, ഇതിപ്പോൾ അത്തിയിലാണ് ഞാൻ പരീക്ഷിച്ചത്, എന്നാൽ ഇത് മറ്റ് ചില പ്ലാന്റുകൾ ഇത് സക്സസ് ആവുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തൈകൾ ധാരാളം എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ കെട്ടൊന്നഴിക്കുകയാണ്. ഇത് നമ്മൾ കവറിട്ട് ഇരുട്ട് മുറി വെച്ചിരുന്നതാണ്. എന്തായാലും നല്ല സക്സസ് ആയിട്ടുണ്ട്. തൈ പുതിയ സ്റ്റമ്പുകൾ വന്നു. നല്ല രീതിയിൽ ഇതിലൊക്കെ വേര് വന്നിട്ടുണ്ട്. കണ്ടോ? എന്തായാലും നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ്. പുതിയ സ്റ്റമ്പുകൾ വന്നു, അതുപോലെ പുതിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത തൈയോടെ ഒന്ന് നോക്കാം, ഒന്ന് പൊട്ടിച്ച് നോക്കാം. കവർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊരു 25 ദിവസം കഴിഞ്ഞു. ഞാൻ ഇരുട്ട് മുറിയിൽ പ്രത്യേക രീതിയിൽ നമ്മളിത് ഒന്ന് പരീക്ഷണം നടത്തിയതാണ്. കണ്ടോ? ഇതിനും നല്ല കരുത്തുള്ള സ്റ്റമ്പ് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ പരീക്ഷണം എന്തായാലും വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ അത്തികളുടെ കമ്പ് നട്ട് തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ഇത് ഇപ്പോൾ അത്തിയിൽ മാത്രമാണ് ഞാൻ ഈ പരീക്ഷണം നടത്തിയത്. മറ്റ് ചില പ്ലാന്റുകളിൽ ഇത് സക്സസ് ആണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എളുപ്പത്തിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ഒരു രീതിയിൽ നമുക്ക് തൈ ഒന്ന് നട്ടു നോക്കാം. അണുമുക്തമാക്കാനുള്ള ഒരു ലോഷനാണ്. ഞാൻ എൻ്റെ കൈ ഒന്ന് ക്ലീൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മൾ കട്ട് ചെയ്യാനുള്ള കട്ടറും കൂടെ നമുക്കൊന്ന് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യാം. അതുപോലെ കത്തി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഈ ഒരു അണുവിമുക്തമാക്കാനുള്ള ലോഷൻ ഈ വെള്ളത്തിൽ അല്പം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് ഇതിൽ മുക്കി നമ്മൾ മൂടേണ്ട കവറൊന്ന് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. വൃത്തിയായിട്ട് അല്പം മണ്ണെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള കല്ലും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് ഈ മണ്ണാണ് നമ്മൾ ഈ ഒരു ചെറിയ പോട്ടിൽ നിറയ്ക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മളിതിൽ അല്പം വാമിട്ട് കൊടുക്കുകയാണ്. വേരിന് എന്തെങ്കിലും രീതിയിലുള്ള രോഗങ്ങളൊക്കെ വരാതെ നല്ല വളർച്ച വേരുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, വേരിനെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചെയ്യുക. ഇത് നല്ലൊരു വെറൈറ്റിയാണ് വാം. ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ചെറിയൊരു അളവിൽ കൊടുത്താൽ മതി, കുറച്ച് നമ്മൾ കൊടുത്താൽ മതി, അധികം കൊടുക്കരുത്. ചെറിയൊരു അളവിൽ ഒരു അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ മണ്ണിലൊന്ന് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഏത് പോട്ടിലാണോ നമുക്ക് നടേണ്ടതായ പോട്ടിലേക്ക്, ചെറിയൊരു പോട്ടാണ് ഇതാണ്, സൗകര്യപ്രദമാണ്, നമുക്ക് കവറിട്ട് മൂടാനൊക്കെ എളുപ്പമാണ്. ഈ പോട്ടിലേക്ക് ഞാനിതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക. വെള്ളം ഇതിൽ വാർന്നു പോകത്തക്ക രീതിയിൽ നല്ലതായിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഇതിൽ വാർന്നു പോകുന്നുണ്ട്, നനച്ചു കൊടുക്കുക. പുഴു തുറന്ന ആ കമ്പ് മുകളിലേക്ക് ഇതിൻ്റെ വളർച്ച ഇത് പോയിട്ടില്ല, ഇതിൽ പച്ചപ്പുണ്ട്, പക്ഷേ അതിൻ്റെ വളർച്ച വേണ്ട രീതിയിലല്ല. അതിന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് 2 കമ്പിൾ വന്ന് അതിലിപ്പോൾ നിറച്ച് ഫ്രൂട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കമ്പിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കണ്ടോ, നമ്മൾ കട്ട് ചെയ്തു. പുഴു കയറി ഇത് തുറന്നതാണ്. എന്തായാലും നമ്മൾ പുഴുവിനെ പുറത്താക്കിയതുകൊണ്ട് ഇത് ഉണങ്ങിപ്പോയില്ല, അത് ഇത്രയും ഭാഗം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി പുതിയ തൈകളാക്കിയാണ്. ഇലയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് നമുക്കിത് ഒരു 3 തൈയാക്കാൻ പറ്റും. മൂർച്ചയുള്ള കത്തിക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ലെവലാക്കി വിടാം. ഇത് കണ്ടില്ലേ,
ഞാനിപ്പോൾ എന്തെങ്കിലും ചതവോ എന്തെങ്കിലും വരാതിരിക്കാൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചതയാൻ സാധ്യതയുണ്ട്, തൊലി സ്കിൻ ചതയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനത് ഒന്ന് കത്തിക്കൊന്ന് ലെവൽ ചെയ്തിരിക്കണം. നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അതിനുശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് റൂട്ട് ഹോർമോണാണ്. ഈ റൂട്ട് ഹോർമോൺ അല്പം നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് വന്ന് തേച്ച് കൊടുക്കുകയാണ്. റൂട്ട് ഹോർമോൺ ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഉണ്ടല്ലേ, റൂട്ട് ഹോർമോൺ തേച്ച് കൊടുത്തു. സാവധാനത്തിൽ നമ്മൾ പയ്യെ ഇതിലേക്ക് ഇത് ഇറക്കി കൊടുത്തു. അവിടെ നിന്ന് ഫിക്സ് ആയിട്ടുണ്ട്. ഇതിലിങ്ങനെ ഈ നനവ് നമ്മൾ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ എടുക്കുക. അതിലേക്ക് നമ്മൾ അണുനാശിനി ഒഴിച്ച ആ വെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കുക. കണ്ടല്ലേ, വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് നമ്മളിതുപോലെ കമത്തി കളയുക. ഇതുണ്ട്, ഇതുപോലെ കളയണം. ഇതുപോലെ കളഞ്ഞിട്ട് നമ്മളിതിലേക്ക് വെച്ച് ഇത് ഇങ്ങനെ കവറിട്ടിട്ട് നന്നായിട്ട് വലിച്ച് നമ്മൾ മുറുക്കി കെട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ബഡ് ഗ്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ കെട്ടാൻ ഉപയോഗിക്കുന്ന അതേ പ്ലാസ്റ്റിക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നോളും. നല്ല രീതിയിൽ നമ്മൾ ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് നല്ല വലിഞ്ഞ് മുറുക്കി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടുക. നല്ല ടൈറ്റ് ചെയ്ത് ഇത് കെട്ടി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മോയ്സ്ചറുണ്ട്, ഈർപ്പമുണ്ട്. ഇതിന് നമ്മൾ ഇരുട്ടുള്ള മുറിയിൽ, ഒട്ടും സൂര്യപ്രകാശം അടിക്കാത്ത ഇരുട്ടുള്ള മുറിയിൽ ഇതിങ്ങനെ വെച്ചാൽ മതി. വേറെ ഇത് തുറക്കാനോ ഒന്നും പോകരുത്. അപ്പോൾ ഇതിൽ നിന്ന് തണുപ്പ് വന്ന് ആ തണുപ്പ് നമുക്ക് പുറമേ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതഴിച്ച് ഇത് തണലത്ത് വയ്ക്കുക. കുറേ ദിവസം നല്ല വെയിൽ കൊള്ളാതെ തണലത്ത് വയ്ക്കുക. വേറെ നമ്മൾ അതിൻ്റെ ഇപ്പോൾ വളമോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പം നല്ല രീതിയിൽ അത് കരുത്താതിന് ശേഷം, നല്ല വേരൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത്തിയുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. ഇതിപ്പോൾ മറ്റ് ചില പ്ലാന്റുകളിലും ഇത് സക്സസ് ആണ്. അങ്ങനെ മറ്റ് ചില പ്ലാന്റുകൾ ഞാൻ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.